Hi my loves, welcome back to my channel. ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശ്രീമ. ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഹോൾ വീഡിയോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് H&M ഹോൾ ആണ് കേട്ടോ. ഈ കവറിന്റെ ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പിടിച്ചത്. നമുക്ക് ഹോളിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷർട്ടാണ് കേട്ടോ. ന്യൂ കാർ ഞങ്ങൾ എടുക്കാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾ ഈ ഷർട്ട് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. എനിക്കിപ്പോൾ ചോക്ലേറ്റ് ബ്രൗൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് ബേജ് ന്യൂട്രൽസ് ആ ഒരു ഷെയ്ഡുകൾ. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. നല്ല രസമായിട്ട് കാണാൻ വേണ്ടി. അന്ന് ഞാൻ സ്കേർട്ടിൻ്റെ കൂടെയായിരുന്നു പെയർ ചെയ്തിരുന്നത്. നമുക്കിത് ലൂസായിട്ട് നല്ല ഓവർ സൈസ്ഡ് ഷർട്ട് ഇടാൻ ഇഷ്ടമുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇടാൻ പറ്റിയ ഒരു ഷർട്ടാണ് കേട്ടോ ഇത്. അന്ന് കാർ എടുക്കാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു പെയർ കണ്ടിട്ടുണ്ടാവും. ഞാനത് സ്റ്റൈൽ ചെയ്തിരുന്നത് എങ്ങനെയാണ്. ഇത് സ്കേർട്ട് എന്ന് പറയും നമ്മൾ ഇതിന്. ഇത് ശരിക്കും ഷോർട്ടാണ്. ഫ്രണ്ട് നമുക്ക് മാത്രം ഫ്രണ്ടിലേക്ക് ഒരു സ്കേർട്ട് പോലെ തോന്നുന്ന കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരുന്നു. പിന്നെ അവിടെ നല്ല ഓഫർ നടക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ വട്ടം. നെക്സ്റ്റ് ഇസ് ദിസ് ക്രോപ്പ് ടോപ്പ്. ഇതൊരു വൈഡ് നെക്ക് വരുന്ന ടൈപ്പ് ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് റിയൽ പ്രൈസ് 799 ആണ്. എനിക്ക് കിട്ടിയത് 499 ആണ് കേട്ടോ. അത് നോർമലി കാഷ്വലി ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു എനിക്ക് ഇങ്ങനത്തെ ഡീപ്പായിട്ടുള്ള നെക്ക് വരുന്ന ടോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല ക്യാപ് സ്ലീവ് പോലെ നല്ല രസം കേട്ടോ ഇടുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബോഡി ഹഗ്ഗിങ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഒരു കാഷ്വൽ നോർമൽ ടീഷർട്ടാണ് ഞാൻ എടുത്തത്. അതിങ്ങനെയാട്ടോ വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ നെക്ക് ലൈനിലും പിന്നെ സ്ലീവിൻ്റെ എൻഡിലും നമുക്ക് വൈറ്റ് പൈപ്പിംഗ് പോലെ വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നോർമൽ ടീഷർട്ട്. നെക്സ്റ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കുറച്ച് ജാക്കറ്റ്സ് ഉണ്ട്. ഫനൽ നെക്കും പിന്നെ അങ്ങനെ കുറച്ച് നാളായി ഇപ്പോൾ തുടങ്ങി. പിൻട്രസ്റ്റിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ്. ഇത് സ്റ്റൈൽ ചെയ്യാൻ ഞാൻ ഇനി കണ്ടുപിടിക്കണം. ഇത് ഈ ജാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിങ്സ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കണ്ടോ ബട്ടൺസും ഉണ്ട്. അതല്ലാതെ നമുക്ക് സിപ്പറായിട്ട് ഇടാം, അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ ആക്കി ഇടാം. പിന്നെ ഇവിടെ വരുന്നത് ഒരു കോർഡ്രോയ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കോളർ ഏരിയയിൽ വരുന്നത്. ആൻഡ് ഒരു എന്താ പറയുന്നത് ഒലിവ് ഗ്രീൻ കൈൻഡ് ഓഫ് കളറാണ്. ഭയങ്കര ഇഷ്ടമായി. ഇതെൻ്റെ ഫേവറേറ്റ് എന്ന് പറയും ഈ ഹോൾ വീഡിയോയിൽ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്തതിൻ്റെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ടീഷർട്ട് ഡ്രസ്സ് പോലത്തെ നമുക്ക് കംഫി കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിങ്സ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു അവൾക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇത് പെട്ടെന്ന് ഇട്ടിട്ട് പോകാവുന്ന ടൈപ്പാണ്. നമുക്ക് എങ്ങനെ വേണം സ്റ്റൈൽ ചെയ്യാം. ഡ്രസ് അപ്പും ചെയ്യാം, ഡ്രസ് ഡൗണും ചെയ്യാം. അപ്പം ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു സമ്മർ കളറാണ്. നെക്സ്റ്റും ഞാൻ ഒരു സ്കേർട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ബേജ് ഷെയ്ഡിലാണ് ഉള്ളത്. ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. പ്ലീറ്റഡ് സ്കേർട്ട് പോലെ ഫ്രണ്ടിൽ വരും. ഇത് ശരിക്കും ഒരു ഇതാണ്, ഷോർട്ടാണ് കൂടെ. എനിക്ക് ഇങ്ങനെയുള്ള സ്കേർട്ട്സ് ആണ് ഇഷ്ടം. കാര്യം നമ്മൾ മിനി സ്കേർട്ട് ഇടുകയാണെങ്കിൽ അതിന്റെ അടിയിൽ എന്തിടണം എന്നൊരു ഡൗട്ട് നമുക്ക് വരും. നമുക്ക് മിനി സ്കേർട്ട് ഇടുമ്പോൾ അതിങ്ങനെ പൊങ്ങിപ്പോകുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എവിടെ വെള്ളം ഇരിക്കാം കേട്ടോ. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഈസി ബ്രേസി സമ്മർ ഡ്രസ്സാണ് കേട്ടോ. വി ക്യാൻ നെവർ സേ നോ ടു എ വൈറ്റ് ഡ്രസ് ആൻഡ് എ ബ്ലാക്ക് ഡ്രസ്. ഇതിപ്പോൾ വൈറ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ എനിക്ക് ഡീറ്റെയിലിംഗ് ആണ് ശരിക്കും ഇഷ്ടമായത്. ഇതുണ്ടോ, ഇവിടെ നമുക്ക് ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. പിന്നെ ചെറിയ പിൻ ടക്സ് പോലെ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് പിന്നെ ഡ്രോപ്പ് വേസ്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റീസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതെനിക്ക് കളേഴ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമായി. അതുമല്ല അതിൻ്റെ എൻഡിൽ ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതിലൊരു 5 പീസസ് ആണ് വരുന്നത്. അതിനെല്ലാം കൂടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 മാത്രം കേട്ടോ. ഇത്രയും നല്ല കോട്ടണി സോഫ്റ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ എടുത്തത് ഈ ഒരു സോക്സിന്റെ സെറ്റാണ് കേട്ടോ. ഇത് 5 പാക്ക് സോക്സ് സെറ്റാണ്. ഇത് 799 ആണ് വരുന്നത്. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ, ക്ലോ ക്ലിപ്പാണ്. അത് ഈ ബോയുടെ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് അവരുടെ ഈ സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടുന്ന് തന്നെ കിട്ടിയതാണ്. 149 ഉള്ളൂ കേട്ടോ. ഇത് 700 ആണ് ഇതിന്റെ റിയൽ പ്രൈസ്. ചെറുതായിട്ടൊരു ഷാബി ഫീൽ ഉണ്ട്, പക്ഷെ നല്ലൊരു ബോയുടെ ഒരു ക്ലിപ്പാണ്. നമുക്കിങ്ങനെ ഹാഫ് അപ്പ് ഡോ ഒക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് ഒരു ബോയ സ്ലൈഡ്. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ഇയറിങ്സിന്റെ സെറ്റാണ് കേട്ടോ. ഇതും വരുന്നത് 600 ആണ് റേഞ്ച് വരുന്നത്. പിന്നെ ഞാൻ എടുത്ത ഇയറിംഗ് സെറ്റാണ് ഇത് നമ്മുടെ ഓഫർ പീസിന്റെ അവിടെ നിന്ന് എടുത്താണ്. ഇത് 99 മാത്രമേ ഉള്ളൂ ഈ ഒരു ടൈപ്പ്. ഇതിന് ഞാൻ എപ്പോഴും ഇടുന്നതാണ് ഈ ടൈപ്പ് ഇയറിങ്സ്. പിന്നെ ഞാൻ 2 നെയിൽ പോളിഷ് എടുത്തിരുന്നു. ഇതിനും ഓഫർ നടക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ 99 റുപ്പീസേ ഉള്ളൂ ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും. ഇത് ജെൽ നെയിൽസ് ആണ് വരുന്നത്. ഇത് കുറെ നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോ ക്ലിപ്പാണ്. ഇതെന്റെ എൻറ്റയർ ഹെയർ നമുക്ക് ഇതിൽ അപ്ഡോ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ടൈപ്പ് ക്ലോ ക്ലിപ്പാണ്. ഇത് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഇങ്ങനെ ഒരെണ്ണം വേണമെന്ന്. കാരണം എത്ര ക്ലിപ്സ് മേടിച്ചാൽ അതിന്റെ ഹെയർ ഫുള്ളായിട്ട് നിർത്തത്തില്ല. അപ്പോൾ ഇതിന് വരുന്നത് 199 ആണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഐറ്റംസ്. I hope you guys enjoyed this video. If you did, please give it a thumbs up and subscribe to my channel. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും. Thank you so much for watching. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. Love you guys.